മോനെ നമ്മളോട് ഫംഗ്ഷന് പോയപ്പോഴേ മൂത്താപ്പ അടുത്തോട്ട് വന്നപ്പോ എന്താ നീ എണീക്കഴിഞ്ഞത്? അതൊരു കോമൺ പ്ലേസ് അല്ലേ? കോമൺ പ്ലേസ് ആണെങ്കിലും വീട്ടിലായാലും മൂത്തവരെ കണ്ട എണീറ്റിരിക്കുന്നത് നമ്മുടെ മാനേഴ്സ് ആണ്, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണ് കേട്ടോ. മോൻ വീട്ടിലവരൊക്കെ വരുമ്പോ എണീക്കത്തില്ലേ? അതുപോലെ തന്നെ നമ്മളെല്ലാരും കൂടി ഇരിക്കുമ്പോൾ മൂത്താപ്പയോ കൊച്ചാപ്പ അല്ലെങ്കിൽ എൽഡേഴ്സ് ആരെങ്കിലും വരുമ്പോ മോൻ എണീക്കണം. അപ്പൊ തന്നെ അവര് പറയും ഇരുന്നോ ഇരുന്നോ എന്ന് പറയും അല്ലേ? അപ്പൊ ഇരുന്നു. പക്ഷെ ദാറ്റ് ഇസ് ഷോയിങ് റെസ്പെക്ട്. നമ്മുടെ മാനേഴ്സ് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അതൊക്കെ പഴഞ്ചനാണെന്നൊന്നും മോൻ വിചാരിക്കേണ്ട, മോൻ അങ്ങനെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെയാണ് ഒരു വെയിറ്റിംഗ് ഏരിയ, സേ ഒരു ബസ് കാത്തിരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ബസ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ കാത്തിരിക്കുന്ന സ്ഥലത്ത് വേറെ സീറ്റില്ല, മോനിരിക്കുക. ഒരു പ്രായമുള്ള ആൾ വന്ന് എഴുന്നേറ്റിട്ട് അങ്ങനെ ഇരുന്നു എന്ന് പറയണം. അല്ലെങ്കിൽ ഒരു ലേഡി ഒരു കൊച്ചിനെ എടുത്തോണ്ട് വരുന്നുണ്ട്, ഒരു പ്രഗ്നന്റ് ലേഡി വന്ന് അപ്പോഴും എഴുന്നേറ്റിട്ട് ഇരിക്കാൻ പറയണം. അവർക്ക് സീറ്റ് ഓഫർ ചെയ്യണം കേട്ടോ. അതൊക്കെ നല്ല കുഞ്ഞുങ്ങളുടെ ലക്ഷണമാണ്, നല്ല മാനേഴ്സ് ആണ്. ഇപ്പൊ ഇവരൊക്കെ വീട്ടിൽ വരുമ്പോൾ മോൻ എണീക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു പബ്ലിക് പ്ലേസിൽ കണ്ടാലും നമ്മുടെ റിലേറ്റീവ്സിനെ നമ്മുടെ എൽഡേഴ്സിനെ കണ്ട എണീറ്റ് റെസ്പെക്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം അറിയോ, എണീക്കാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാലും എഴുന്നേക്കണം, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അതെന്താ? ഫുഡിനെ റെസ്പെക്ട്. എക്സാക്ട്ലി, നമ്മൾ ഫുഡിനെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കണം. ഓക്കെ, ബാക്കി എവിടെ വെച്ചും എന്റെ പൊന്നുമോൻ എൽഡേഴ്സിനെ കണ്ടാൽ എണീറ്റിരിക്കും. ഓക്കെ.